പ്രൂഫായിട്ട് ഇപ്പം ലൈവായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ്. എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ എടുത്ത് വെച്ചും ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം. അല്ലാണ്ട് ഞാൻ ചുമ്മാ വെറുതെ പറഞ്ഞ് നിങ്ങൾ പറ്റിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. കുറേ ആൾക്കാർ വിചാരിക്കും ഓ ഇവനൊക്കെ നിറയെ പൈസയാണ് കിട്ടുന്നത്, പൈസയുടെ അഹങ്കാരമാണ്, കാശിൻ്റെ കഴപ്പാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഗൈസ് വഴക്കുണ്ടാവും. എന്തോ ഞാൻ തകർന്നു പോകണം, ഞാൻ നശിച്ചു പോകണം, എങ്ങനെയെങ്കിലും ഇവൻ അകത്ത് പോകണം, ഇവൻ്റെ യൂട്യൂബ് ചാനൽ ബാൻ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഞാനൊരു ബ്ലഡി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ. ഞാൻ പഴയ മൈൻഡിലോട്ട് അങ്ങ് മാറാൻ പോവാം. എനിക്ക് പറ്റത്തില്ല. എനിക്ക് ആൾക്കാർ സാധനങ്ങളൊക്കെ കേട്ട് എല്ലാം എൻ്റെ മൈൻഡിലോട്ട് കയറ്റി വെച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കണ അവസ്ഥയായി. ഗുഡ് മോർണിംഗ് ഗൈസ്, വാട്ട്സ് അപ്പ്? എല്ലാവർക്കും സുഖമല്ല ഗൈസ്. അപ്പോൾ ആഫ്റ്റർ വെരി ലോങ് ടൈം നമ്മൾ ഇന്നൊരു Q&A നടത്താൻ പോവാണ്. അതിനകത്ത് നമ്മൾ ഡീപ്ലി എന്ന് പറഞ്ഞാൽ ഡീപ്ലി കണക്ട് ആകാൻ പോവാണ്. നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഉള്ള ജെന്യൂൻ ആയിട്ടുള്ള ആൻസേഴ്സാണ് ഞാനിത് തരാൻ പോകുന്നത്. ഓ മാൻ, കണ്ടി വെട്ടോടിക്കണം. ഇവിടെ നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ Q&Aയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ APC ടോക്സ് ചോദിച്ചിരിക്കുകയാണ്. സഞ്ജു, വീഡിയോസിന്റെ വ്യൂസ് ഒക്കെ വളരെ കുറവാണല്ലോ, എന്താ ഓൾഡ് വൈബ് നിനക്ക് ഇപ്പോൾ ഇല്ലാത്തത്? അപ്പോൾ ഗൈസ് എനിക്ക് ഇതിനെക്കുറിച്ച് ആൻസർ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം നമ്മൾ നിലനിർത്തിയാൽ മാത്രം നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുള്ളൂ. ഇപ്പം നിങ്ങളൊക്കെ സീരിയൽ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം ആഴ്ച തൊട്ട് ഇപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു സീരിയൽ എല്ലാ ദിവസവും ഇത്ര മണിക്കാണ് വരുന്നുണ്ടെന്ന് അറിയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ദിവസവും നിങ്ങൾ കയറി നോക്കൂ. പക്ഷേ മറിച്ച് ആ സീരിയൽ അവർക്ക് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ ആഴ്ച 3 വട്ടം എടുത്തുള്ളൂ, ചിലപ്പോൾ 1 വട്ടം എടുത്തുള്ളൂ, ചിലപ്പോൾ എപ്പോൾ ഇടുമെന്ന് അറിയത്തില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വ്യൂവേഴ്സ് എപ്പോഴും അത് കാത്തിരിക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ അതിനുവേണ്ടി എപ്പോഴും, കാരണം ആൾക്കാർ വേറെ ചാനൽ തേടി പോകും, അല്ലെങ്കിൽ അവരുടെ കറക്റ്റായിട്ട് അവർക്ക് തന്നെ അറിയത്തില്ല എപ്പോൾ ഈ വീഡിയോ വരുമെന്ന്. അപ്പോഴാണ് ഈ വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിലും ഗൈസ് അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ വൻ ഷോക്കാണ്, വൻ മടുപ്പാണ്. ബട്ട് ഐ വിൽ ബി ബാക്ക്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ പണ്ട് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി വ്ലോഗ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗൈസ്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ അല്ല. എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം എൻ്റെ മൈൻഡ് അങ്ങ് ഔട്ടായിരിക്കുമായിരുന്നു. മൈൻഡ് ഇങ്ങനെ ഔട്ടായിരിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതാണ് ഉള്ള കാര്യം. അർജുൻ ഫെലിക്സ് ചോദിക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള ലൈഫിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയ കാര്യം? സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയ കാര്യം ഇപ്പം നമ്മുടെ വണ്ടിയുടെ സ്വിമ്മിംഗ് പൂൾ ഇഷ്യൂ തന്നെയാണ്. അത് കാരണമാണ് എൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എന്നെ വെയിൽ അതൊക്കെ പോയത്. അപ്പോൾ എനിക്ക് ആ കണ്ടന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ കണ്ടന്റ് ചെയ്തിട്ട് ആ വണ്ടിയായിട്ട് എനിക്ക് പുറത്ത് ഇറങ്ങിപ്പോയില്ല. അങ്ങനെ പുറത്തിറങ്ങലുമായിരുന്നു. ദാറ്റ് ഈസ് അവിടെയാണ് നമ്മുടെ ലോ ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു ലോ ബ്രേക്ക് വരുത്തണ്ടായിരുന്നു, അതോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയായിട്ട് റോഡിലോട്ട് ഇറങ്ങണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈഫിൽ. കാരണം ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ലൈസൻസ് ഒന്നും ഇല്ലാണ്ട് ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതാണ് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളത്. പഴയ വീടും ആ പ്ലേസും കാണാൻ ആഗ്രഹമുണ്ട്, അവിടെയൊക്കെ എന്താണ് അവസ്ഥ എന്ന് ഗൈസ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ വീട് നമ്മൾ കറൻ്റ് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫാമിലി ഉണ്ട്, ഹസ്ബൻഡും വൈഫും 2 പിള്ളേരുമാണ് അവിടെ താമസിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സ്ഥലത്ത് പോയി വീഡിയോ എടുക്കണം, നിങ്ങളെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ കമൻറ്റ്സ് ദാറ്റ് ഈസ് ഈ ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം പല വീഡിയോയിലായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കാണിക്കണമെന്നുണ്ടെന്ന്. പക്ഷേ നമ്മളിപ്പോൾ ആ വീട് റെൻറ്റിന് കൊടുത്തിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇപ്പോൾ നമ്മുടെയൊക്കെ വീടാണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പോൾ റെൻറ്റ് കൊടുത്തപ്പോൾ അവരല്ലേ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെ അവിടെ ചെന്നേച്ചും വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത. എങ്ങാനും അത് റെൻ്റ് ഔട്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് ഞാൻ ആ വീട്ടിൽ പോയിച്ചും ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ ഉറപ്പായിട്ട് കാണിച്ചു തരുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇനിയും അവിടെ തന്നെ എനിക്ക് നിൽക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം അത് അടിപൊളി, എൻ്റെ ഫസ്റ്റ് വീടല്ലേ ഞങ്ങളുടെ. അപ്പോൾ അത് ഭയങ്കര അടിപൊളി ഒരിതാണ്. വീട് വേറെ നമുക്ക് റെൻറ്റിന് കൊടുത്തപ്പോഴാണെങ്കിൽ ഒരു സങ്കടമൊക്കെ വന്ന്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ റൂം കുഞ്ഞു റൂമാണ്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. സഞ്ജു ബ്രോ ഇപ്പോൾ വ്ളോഗ്സൊക്കെ പഴയ വൈബിലേക്ക് വരുന്നുണ്ട്. ബ്രോയുടെ വീഡിയോ ഇപ്പോൾ കുറേ ലേറ്റായാണ് അപ്ലോഡ് ചെയ്യുന്നത്, കുറേ നെഗറ്റീവ് കമൻറ്റ്സാണ് ഇപ്പോൾ കൂടുതൽ. പക്ഷേ ഈ വൈബിൽ പോയാൽ നെഗറ്റീവ്സുകളെ പോസിറ്റീവ് ആക്കാൻ ബ്രോ കഴിയും. ഇത് സത്യം പറഞ്ഞാൽ ഈ കമൻറ്റ് എനിക്ക് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ജെന്യുവൻലി ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് എനർജി തന്നൊരു കമൻറ്റാണ്. കാരണം മിക്ക ആൾക്കാരും ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് ആണെന്ന്. വേറെ ഒന്നുമില്ല, എൻ്റെ കയ്യിരിപ്പുണ്ട് തന്നെ, ഞാൻ സമ്മതിച്ച്. പക്ഷേ നമ്മളെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് വരും. പക്ഷേ അവിടെയാണ് നമുക്ക് ഈ മരുഭൂമി പേണ മഴ പോലെ ഇങ്ങനത്തെ കമൻറ്റ്സ് വരുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കമൻറ്റ്സ് തരുമ്പോൾ എനിക്ക് സത്യമായിട്ട് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ എനിക്ക് എനർജിയും കിട്ടും. അപ്പം ഈ കമൻറ്റിനകത്ത് പറയണമല്ല, എന്തായാലും
ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു പോസിറ്റിവിറ്റിയും ഇതൊക്കെ വന്നതുകൊണ്ട് ഞാൻ കണക്ക് വീഡിയോസൊക്കെ എടുത്ത് വരുന്നുണ്ട്. അത് എനിക്ക് ഡെയിലി വ്ളോഗിലോട്ട് മാറ്റണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഏത് നേരം നിങ്ങളെന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഗൈസ് എന്നെ നിങ്ങൾ തളർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ പറ്റുവാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് കമൻസ് ഒക്കെ ഇടുവാണെങ്കിൽ ഞാൻ നല്ല നല്ല കണ്ടൻസൊക്കെ ഉറപ്പായിട്ട് സത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുമെന്ന്. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു കുറച്ച് പോസിറ്റിവിറ്റിയും കുറച്ച് എനർജിയൊക്കെ മതി. അത് നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തരാൻ പറ്റും. നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ എന്നെ താഴ്ത്തിടാനും പറ്റും. നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ എന്നെ പൊക്കിയെടുക്കാനും പറ്റും. എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പറ്റുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ദാറ്റ് ഈസ് പോസിറ്റീവ് കമൻസ് ആക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. ഹൗ ഈസ് യുവർ ലൈഫ് വിത്ത് ന്യൂ ഗേൾ ഫ്രണ്ട് ആൻഡ് യു ഗൈസ് വീഡിയോസ് ആർ സോ ഗുഡ്. ഡെയിലി വ്ളോഗ്സ് വേണം ബ്രോ, ബിഗ് ഫാൻ എന്ന്. താങ്ക് യു ബ്രോ. ഡെയിലി വ്ളോഗ് വേണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള എൻ്റെ ലൈഫ് എങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് പോണ്. റൈറ്റ് നൗ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ ഭയങ്കര പാവമാണ്, സെയിം ടൈം ഭയങ്കര ഇമോഷണലാണ് കേട്ടോ. ഇപ്പം എന്നെ അവളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൾക്ക് ഇത്തിരി കൂടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ ഇല്ല. ചെറിയ ആരൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടാവും, അങ്ങനെയൊക്കെയാണ്. അവളൊരു ഡാൻസർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം ഞാൻ ഡാൻസ് കളിച്ച് വെറുപ്പിക്കുന്നുണ്ടാവും നിങ്ങളെയൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയത് അവളാണ്. ഡാൻസൊക്കെ സൂപ്പറായിട്ട് പഠിപ്പിച്ച്. അത് പറഞ്ഞപ്പോഴാണ്, ഡാൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ 14-ാം തീയതി എൻ്റെ അവളുടെയും കൂടെ ഒരു മ്യൂസിക് ആൽബം റിലീസ് ആവുന്നതാണ്. നമ്മുടെ സ്വന്തം ചാനലിൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഞാൻ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എഫേർട്ട് എടുത്ത് ഒരു ഡാൻസ് ഒക്കെ കളിച്ച ഒരു വീഡിയോ ചെയ്തത്. അതെന്തായാലും അടുത്ത ദിവസം വരുന്നതാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഗൈസ് വഴക്കുണ്ടാവും. വഴക്കുണ്ടാകാത്ത റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കള്ള പറയുകയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാ റിലേഷൻഷിപ്പിലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വലിയതൊന്നും ഇല്ല, ചെറിയ ചെറിയ വഴക്കുകൾ അത് മാറും. മെയിൻലി വഴക്ക് തന്നെ എപ്പോഴാണെന്ന് പറഞ്ഞിട്ട് അവള് വിചാരിക്കണതാണ് ഈയിടെയായിട്ട് ഞങ്ങളൊരു പോസ്റ്റാ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം വഴക്ക് വരുമെന്നാണ് അവള് പറയുന്നത്. അവള് പറയുന്നത് കണ്ണ് കിട്ടുന്ന സ്കീമാണ്. അവിടെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ പറയണമെന്നാണ് പറയുന്നത്. എടാ നിങ്ങൾ ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചോടാ അടിപൊളിയാണ്, നിങ്ങൾ വൈബാണ്, ഓ നിങ്ങളുടെ നല്ല രസമുണ്ട്, ക്യൂട്ടാണെന്നൊക്കെ. എടാ ഞങ്ങളെ കാണാൻ അടിപൊളിയായതുകൊണ്ടല്ല, ഞങ്ങളുടെ ഒരു രണ്ടുപേരുടെ ഒരു സിങ്ക് ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണെന്ന്, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. പക്ഷേ ഈ പോസ്റ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇടിയും ബഹളം ഉണ്ടാകും എന്നൊക്കെയാണ് അവളിപ്പോൾ ഈയിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അവളൊന്നും അന്ധവിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവള് പറയണം കണ്ണ് കിട്ടുന്ന പോലത്തെ സ്കീം എന്തോ ഞാൻ പറയാം കണ്ണ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കര ഇതാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ അവൾ ഈയിടെയായിട്ട് പറയുന്നുണ്ട്. പിന്നെ റൈറ്റ് നോ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. അവളെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി, അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്തുണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് എല്ലാം ഇപ്പോൾ വ്ളോഗ്സിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ എന്തെങ്കിലും പാർട്ടാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ്. അപ്പൊ ആ കാര്യത്തിൽ അടിപൊളിയാണ്. എനിക്ക് എൻ്റെ ഗേൾഫ്രണ്ട് ഭയങ്കര ഇഷ്ടമാണ്. 3 മില്യൺ അടിക്കുമെന്ന് പറഞ്ഞാൽ അല്ലേ ദിസ് ഇയർ, ഇനി അത് പറ്റുമോ? സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ചാൾ മുമ്പ്, ഈ വർഷം ഞാൻ എന്തായാലും തീർന്നതിന് മുമ്പ് 3 മില്യൺ ഞാൻ അടിച്ചിരിക്കും എന്നൊക്കെ ഞാൻ കോൺഫിഡൻ്റ് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞാണ് ഗൈസ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നത്. അപ്പോൾ എനിക്ക് 1.6 മില്യൺ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കുറഞ്ഞ് നേരെ 1.59 സംതിങ് ആയി ഇരിക്കുവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിന് കൂടുതലില്ല. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു അംശം പോലും കൂടിയില്ല, 1% പോലും കൂടിയില്ല, 0.1 പോലും കൂടിയില്ല. നേരെ കുറയുകയാണ് ചെയ്ത. ഞാൻ ഒരിക്കലും ഇതാകത്തില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അതിനെ നിർത്തുവാണ്, അല്ലെങ്കിൽ ആ ഒരു എഫേർട്ടിനെ ഞാൻ ലെറ്റ് ഡൗൺ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നെഗറ്റീവായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നടക്കും, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് പോകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് നടക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ഇത് നടക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നാലേ എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് സാധനമാണെങ്കിലും നടക്കത്തില്ലെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ നെഗറ്റീവായിട്ട് വിചാരിക്കുന്നില്ല. എനിക്ക് 3 മില്യൺ അടിക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ടക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. അടിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, അതത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തോൽവി സമ്മതിക്കത്തില്ല. സഞ്ജുവിൻ്റെ പഴയ വൈബ് എന്ന് തിരിച്ചു വരും. ഫ്രണ്ടായിട്ടുള്ള വിറക്, അബി, ദീക്ഷിത്, ഗോകു അവരെല്ലാം പോയപ്പോൾ തന്നെ ചാനൽ ഡൗൺ ആയി. സത്യമാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാകാത്തൊരു ഇതാണ് ഗൈസ്. സത്യം പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എങ്ങനെയാണ് നടന്നത്. നമ്മളെ വിട്ട് നമ്മുടെ ഫ്രണ്ട്സ് പോകുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് എംപ്റ്റി ആയി പോകുന്നത്. ജെന്യൂനായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സുള്ള അവർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും. കാരണം കുറേ ആൾക്കാരുടെ ഫ്രണ്ട്സ് അല്ല, അവർ രക്ഷപ്പെടാൻ പോകുക അങ്ങനെ ഇങ്ങനെയൊക്കെ പോകാനായിരിക്കുമെന്ന്. പക്ഷെ നമ്മുടെ ലൈഫിൽ നിന്ന് ചിലപ്പോൾ ഒരു ഏജ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ പല കാരണത്തിനായിട്ട്
ഫ്രണ്ട്സ് പല സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ വൈബ് അങ്ങ് നഷ്ടപ്പെടും. ഓക്കെ, അത് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, അവരെൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. അബിയൊക്കെ ആണെങ്കിലും പുറത്ത് പോയിട്ട് എൻ്റെ ആളി എങ്ങനെയെങ്കിലും തിരിച്ചു വന്നോടാ നിങ്ങളുടെയൊക്കെ അടുത്തോട്ട്, നമുക്ക് പൊളിക്കണം, നമുക്ക് ഒരുമിച്ച് അടക്കണം. ഇപ്പോൾ പ്ലാൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഇന്ന കൺട്രിയിലെങ്ങാനും ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോബ് സെറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് അവിടെ നിന്ന പോലെ നിൽക്കുക, അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിത് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ലെന്നേ, പക്ഷേ എല്ലാവരുടെ ഫാമിലിയും അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻസും റെസ്പോൺസിബിലിറ്റീസൊക്കെ എല്ലാവരുടെയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സാഹചര്യങ്ങൾ കാരണമാണ് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. പക്ഷേ ഞങ്ങൾ മെൻ്റലി കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഫോൺ ത്രൂ ആണെങ്കിലും കോൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾ അടുത്തില്ല, റൈറ്റ് നോ അടുത്തില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾ വെച്ച് അടക്കുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടത്തിൽ വേണമായിരുന്നെന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ വ്ളോഗ്സിലും വേണമായിരുന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നമ്മുടെ കൂട്ടത്തിൽ എന്തിനും നമ്മുടെ എല്ലാ ഭ്രാന്തിനും കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് നിൽക്കണത് എല്ലാ ഓളിത്തരത്തിനും എല്ലാ തന്തയിലേയും നിൽക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഞാനും ഭയങ്കരമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നേ. അപ്പോൾ പിന്നെ ചാനൽ ഡൗൺ ആയത് അതുകൊണ്ട് മാത്രമൊന്നുമല്ല, എൻ്റെ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയും കൂടെയാണ്. പക്ഷെ അതെന്തായാലും നമ്മൾ പൊക്കിയെടുക്കുന്നതാണ് ഗൈസ്. അതുപോലെ തന്നെ എനിക്ക് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പുറത്ത് പോയി അവന്മാരൊരു വീഡിയോയും കൂടെ ചെയ്യുന്നതാണ് ഗൈസ്. ഇപ്പോൾ കറൻറ്റ്ലി പൈസ ഒന്നുമില്ല. ആർക്കെങ്കിലും എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ കാനഡയിലോട്ടാ ലാറ്റ്വിയയിലോട്ടാ എന്നെ ഒന്ന് സ്പോൺസർ ചെയ്യും പ്ലീസ്. അടുത്ത അനുഷ ഫ്രം കാനഡ ചോദിച്ചിരിക്കുകയാണ്, ഹൗ ആർ യു ഡൂയിങ് സഞ്ജു? പ്ലീസ് ടെൽ മീ ഹൗ യു ഹാൻഡിൽ ഓൾ ദീസ് ടഫ് ടൈംസ്. ഓൾസോ കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി ആൻഡ് നന്നൂസ് ലവ് ഫ്രം കാനഡ. ലവ് യു മുത്തേ. അപ്പോൾ എൻ്റെ ഈ ഒരു ടഫ് ടൈംസിൽ ഞാൻ എങ്ങനെയാണ് സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഓൾ താങ്ക്സ് ടു മൈ ഫ്രണ്ട്സ്, മൈ ഗേൾ ഫ്രണ്ട് ആൻഡ് ഫാമിലി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അവരായിരുന്നു എനിക്ക് പോസിറ്റിവിറ്റി ആണെങ്കിലും എനിക്ക് കോൺഫിഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസമാണെങ്കിലും അവരാണ് തന്നുകൊണ്ടിരുന്നത്. കാരണം എല്ലാ സ്ഥലത്തും ഞാൻ നോക്കുമ്പോൾ എന്നെ അങ്ങിട്ട് പൊങ്കാല ഇടുമായിരുന്നു കേസ് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ വിഷയം പറയുമ്പോൾ. പിന്നെ ലൈസൻസ് ഇല്ല, അപ്പോൾ ഞാൻ മെൻ്റലി ഡൗൺ ആവും. അപ്പോൾ ഇത്രയും നാളും വണ്ടി ഓടിക്കുന്ന വ്യക്തി പെട്ടെന്ന് വണ്ടി ഓടിക്കാണ്ടിരിക്കുമ്പോഴുള്ള ഫീലിംഗ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും തോന്നത്തില്ലായിരിക്കും. പക്ഷേ അത് ഭയങ്കര വല്ല അവസ്ഥയാണ് കേസ്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരെങ്കിലും എപ്പോഴും ആശ്രയിക്കേണ്ടി വരും, ആരെങ്കിലും വിളിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഡ്രൈവറിന് വെക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലല്ല ഞാൻ. ഓക്കെ, അത് എൻ്റെ യൂട്യൂബ് സാലറിയുടെ കുറച്ച് അടുത്ത ക്വസ്റ്റ്യനായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ആണെങ്കിൽ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അവർക്കും കാര്യങ്ങളൊക്കെ ഇല്ല, അവർക്ക് ഫാമിലിയൊക്കെ ഇല്ല, അവർക്കും ജോബുകളൊക്കെ ഇല്ല. അപ്പോൾ അവർക്കാണെങ്കിലും എല്ലാ സമയത്തും നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. അത് നമുക്കാണെങ്കിലും ഒരു മടിയാണ് എപ്പോഴും ചോദിക്കുമ്പോഴൊക്കെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മെൻ്റലി ഞാൻ ഡൗൺ ആകുമ്പോൾ അത് എൻ്റെ വർക്കിനെ ആണെങ്കിൽ അത് ബാധിക്കും. നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. വീഡിയോ ചെയ്തില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടത്തില്ല, വീണ്ടും നമുക്ക് പ്രഷർ വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബിൽ നിന്നാണെങ്കിലും ഗൈസ് സത്യം പറയാമല്ലോ, എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ കുറേ ആൾക്കാർ എന്നെ ജെന്യുവൻലി എനിക്ക് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, നല്ല പോസിറ്റീവ് കമൻസ് ഇടാറുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ എന്തോ ഞാൻ തകർന്നു പോകണം, ഞാൻ നശിച്ചു പോകണം, എങ്ങനെയെങ്കിലും ഇവൻ അകത്ത് പോകണം, ഇവൻ്റെ യൂട്യൂബ് ചാനൽ ബാൻ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. എന്താണെന്നറിയത്തില്ല, ഞാൻ പേഴ്സണലി ആരെ ഹേർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം അറിയത്തില്ല ഇനി ആൾക്കാർക്ക് എൻ്റെ സ്ലാങ് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ വീഡിയോസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല. ജെനുവിൻലി കുറേ ആൾക്കാർക്ക് എന്തോ ഞാൻ രക്ഷപ്പെടുന്നത് അവർക്ക് ഇഷ്ടമല്ല, ഞാൻ താന്നു പോണതാ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴൊക്കെയാണ് അവർക്ക് എന്തോ കൂടുതൽ സന്തോഷം. ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് ചിലപ്പോൾ കോമൺലി അങ്ങനെ ആയിരിക്കും. കമൻസിലൂടെ ആണെങ്കിൽ നമ്മൾ അടിച്ച് താത്താറുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആണെങ്കിൽ ഓക്കെ. ഇത് ചിലർ അങ്ങനെയല്ല, വെറുതെ ചിലരുടെ കമൻസൊക്കെ ഓക്കെ ആണ്. ഇങ്ങനെ തെറ്റ് മാറ്റി നമുക്ക് തെറ്റ് പറ്റും, പക്ഷെ അത് മാറ്റി നമുക്ക് റെഡിയാക്കി വരാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും അതേ സാധനം തന്നെ നമ്മുടെ തലയിലോട്ട് അടിച്ചിങ്ങനെ പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഭ്രാന്ത് പിടിക്കും. അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ്. അപ്പം കുറേ ആൾക്കാർ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ നന്നാ നോക്കിയാലും പറഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കുറവാണ്. കുറേ ആൾക്കാർ നമുക്കൊരു പ്രശ്നം വരുമെന്ന് ഇപ്പോൾ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പല ചാനൽസിലാണെങ്കിലും പല മീഡിയസിലാണെങ്കിലും നമ്മുടെ പ്രശ്നം ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ആൾക്കാർ അത് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്ത് അങ്ങനെ ഞാൻ പിന്നെ മൊത്തത്തിൽ ഞാൻ എൻ്റെ ലൈഫ് തൊലയണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ അവൻ ചെയ്ത് തെറ്റാണ്, അത് കഴിഞ്ഞിട്ട് അവൻ നല്ലോണം
അല്ലെങ്കിൽ നന്നായി വാ എന്ന് പറയുന്ന ആൾക്കാർ കുറവാണെന്ന്. എനിക്ക് എൻ്റെ ചാനലിലും എൻ്റെ ലൈഫിലാണ് ഞാൻ പറയുന്നത്, അത് കുറവാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ എന്നെ എനിക്ക് വന്നൊരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ച് കൂട്ടുക ആൾക്കാർ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ എടാ തെറ്റ് പറ്റും, ഓക്കെ കുഴപ്പമൊന്നുമില്ല, നീ അത് മാറ്റി നീ നന്നായിട്ട് വാ, നീ അടിപൊളിയായിട്ട് ഇനിയും പറ്റും, ലൈഫൊന്നും തീർന്നിട്ടില്ല ഇതുവരെയായിട്ടും, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ജെന്യൂൻലി അവരോട് ഭയങ്കര റെസ്പെക്റ്റ്, അതല്ല നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം, പോസിറ്റിവിറ്റി, ഒരു ആശ്വാസമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളങ്ങനെ കുറ്റം പറയത്തില്ല, അതങ്ങനെയാണല്ലോ. എന്നാൽ നമ്മൾ ആലമ്പത്തരം കാണിച്ച് കഴിഞ്ഞാൽ കുറ്റം പറയും, പക്ഷേ മാക്സിമം വഴക്ക് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ എടാ നീ അതൊന്നും മൈൻഡാക്കണ്ട, നീ സെറ്റാക്കാന്നൊക്കെ പറയാം. എന്നാലും അവർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിലും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യും, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ കാര്യത്തിലൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ടഫ് ടൈംസിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എന്തായാലും അതിൽ നിന്ന് മാറി വീണ്ടും അങ്ങോട്ട് പഴയ കണക്ക് വീഡിയോ എന്നും പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പ്ലീസ്. ബ്രോ ഇപ്പോൾ വണ്ടിയൊക്കെ ആരാ ഓടിക്കുന്നത്, ലൈസൻസിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുവാണ്. അപ്പോൾ വണ്ടിയൊക്കെ ഇപ്പോൾ ആരാണ് ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ ഓടിക്കാറുണ്ട് വണ്ടി, അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ ഓടിക്കാറുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഓടിക്കാറുണ്ട്, എൻ്റെ ഗേൾ ഫ്രണ്ട് ഓടിക്കാറുണ്ട്, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഗേൾസ് വണ്ടി ഓടിക്കാറുണ്ട്. അമ്മയും കഴിഞ്ഞ ദിവസം പറയാനായിട്ട് എടാ എനിക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്ന്. സത്യം അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുമെന്ന്. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ പറ്റും. ഓ മാൻ, ഇതാണ് അവസ്ഥ ഗൈസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബ്രോ ഡെയിലി വ്ലോഗ് ചെയ്യുമെന്ന്. നിങ്ങൾ പറ ഗൈസ്, ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യണോ വേണ്ടയോ? സത്യം പറഞ്ഞാൽ ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ മെൻ്റലി ഞാൻ അങ്ങ് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് പഴയ കണക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടെങ്കിലും വീഡിയോസ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വ്യൂസൊക്കെ ഡൗൺ ആണ്. അതുപോലെ തന്നെ എനിക്ക് കുറേ ഹേറ്റ് വന്നിട്ടുണ്ട്. ഈ ഹേറ്റൊക്കെ എനിക്ക് എൻ്റെ ലവേഴ്സാക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഹേറ്റേഴ്സിന് എനിക്ക് ലവേഴ്സ് ആക്കണം. പഴയ കണക്ക് നമ്മൾ വീഡിയോസൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ട് നല്ല വീഡിയോസൊക്കെ ചെയ്ത് എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ മാറ്റി അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്ത് എല്ലാവരും എൻ്റർടൈൻ ചെയ്ത് നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഭാഗത്ത് ഇത്ര ഉള്ളതേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് ഒട്ടും ചെയ്തില്ല, ഹേറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ മൈൻഡ് ഇത്തിരി മടുക്കും. എന്നാലും ഞാനിങ്ങനെ ഒരിക്കലും വിട്ടായിരുന്നില്ല, ഞാനിങ്ങനെ ചെയ്തേ ഇരിക്കണമെന്നേ. എന്നാലും ഞാൻ ഇത്രയേ ഉള്ളൂ, ചെറിയ റിക്വസ്റ്റാണ്. എനിക്ക് കുറച്ച് പോസിറ്റീവ് കമൻസും എനിക്ക് കുറച്ച് പോസിറ്റീവ്സും ദാറ്റ് ഈസ് എനിക്ക് കുറച്ച് പോസിറ്റീവ് അഡ്വൈസും ഒക്കെ തന്ന് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഡെയിലി വ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. മിക്കവാറും ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യും, അല്ല വേണ്ട ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യാം. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ കേട്ടോ. മിക്ക യൂട്യൂബേഴ്സിന് വീട് വെക്കൽ രാശിയല്ല. മല്ലു ട്രാവൽ വീട് വെച്ച് ആ ചാനൽ ഡൗൺ ആയി, റോഷൻ ബ്ലോഗ് വീട് വെക്കാൻ നോക്കി ഡൗൺ ആയി, ഈ ബുൾജറ്റ് വീട് വെച്ച് ചാനൽ വളർച്ച നിന്നു, അൺബോക്സിംഗ് ഡ്യൂഡ് വീട് വെച്ച് ചാനൽ ഡൗൺ ആയി, സഞ്ജു വീട് വെച്ച് ചാനൽ ഡൗൺ ആയി. ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്താ അഭിപ്രായം? എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലൊന്നും വിശ്വാസമൊന്നും ഇല്ല ഗൈസ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവരുടെ എല്ലാവരുടെയും ചാനൽ നോക്കുവാണെങ്കിൽ അറിയാം, പണ്ട് ഇവരെല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്ന വ്യക്തികളായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പലരാണെങ്കിലും ബിസിനസ് തുടങ്ങി. ഈ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിലാണ് നോക്കിയത്. അവർ യൂട്യൂബ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്ന് ചെറിയൊരു ഡൈവേർഷൻ, അല്ലെങ്കിൽ സൈഡിൽ ചിലവർ ബിസിനസ് ചെയ്യാൻ നോക്കി കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കി കാണും. അപ്പോൾ ഇവരുടെ ഫോക്കസ് അങ്ങ് ഡിവൈഡായി. അതാണ് പ്രശ്നമായിട്ടുള്ളത്. അവിടെ കൺസിസ്റ്റൻസി അപ്പോൾ ബ്രേക്ക് ആവും. ഈ കൺസിസ്റ്റൻസി ബ്രേക്ക് ആയി കഴിയുമ്പോഴാണ് ഗൈസ് ഇങ്ങനെ ചാനലും കാര്യങ്ങളൊക്കെ ഡൗൺ ആകുന്നത്. ഇത് തന്നെയാണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്. എൻ്റെ കൺസിസ്റ്റൻസി അതല്ല തന്നെ എൻ്റെ ഫോക്കസ് കാര്യങ്ങൾ മാറിയപ്പോൾ എപ്പോഴാണോ മാറിയത് അപ്പോൾ എൻ്റെ ചാനൽ ഇത്തിരി ഡൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പൊക്കിയെടുക്കും ഗൈസ്. അതത്രയുള്ള അതെൻ്റെ കോൺഫിഡൻസ് ആണ്. ഞാൻ പ്രൈം ലെവലിൽ വീണ്ടും എത്തുന്നതാണ് വെരി സൂൺ. ബ്രോ ഇനി ലൈസൻസ് കിട്ടുമോ? എൻ്റെ പൊന്നളിയെ എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല ലൈസൻസ് കിട്ടുമോന്ന്. ലൈസൻസ് കിട്ടണമെന്നാണ് എനിക്ക് ആഗ്രഹം. നമ്മൾ അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് ഒരു സംഭവം കിട്ടിയിട്ടില്ല. അവിടുന്ന് റിജക്ഷൻ ആണോ കിട്ടുന്നത്, അതാ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള സാധനമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ സത്യമായിട്ട് എനിക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? നിങ്ങൾ തന്നെ പറയാം. എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മെൻ്റലി ആണെങ്കിലും എൻ്റെ ഫാമിലീനെ ആണെങ്കിലും എൻ്റെ വർക്കിനെ ആണെങ്കിലും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ ലൈസൻസ് ഇല്ലാത്തൊരു സംഭവം. അതാണ് സീൻ. അപ്പോൾ കിട്ടുമോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഗൈസ്. കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളും പറ്റുവാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇപ്പം താമസിക്കുന്നത് എവിടെയാണ്? ആലപ്പുഴയാണോ കൊച്ചിയാണോ എന്ന്? ഗൈസ് റൈറ്റ് നൗ ഞാനിപ്പോൾ
കൊച്ചിയിലാണുള്ളത്, കൊച്ചിയിൽ. ഓക്കെ, ഇന്നലെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മിക്കവാറും നാളെ പോകും. ഇവിടെ ഒരു ഫ്ലാറ്റ് റെൻറ്റിന് എടുത്തുണ്ടോന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇടയ്ക്ക് ഇവിടെ വരും, ഇടയ്ക്ക് വീട്ടിലോട്ട് പോകും, ഇടയ്ക്ക് ഇവിടെ വരും, ഇടയ്ക്ക് വീട്ടിലോട്ട് പോകും. അങ്ങനെയാണ് ഗൈസ് നിൽക്കുന്നത്. പഴയ ആ പ്രതാപത്തോട് കൂടിയുള്ള വീഡിയോ ഇനി ഉണ്ടാവും ഉറപ്പായിട്ടും മക്കളെ, ഉറപ്പായിട്ടും. പഴയ പ്രതാപത്തിന്റെ അപ്പുറത്തെ പ്രതാപമായിട്ട് ഞാൻ വരുന്നതാണ്. ഓൾ യു ഗൈസ് നീഡ് ടു ഡു ഈസ് ജസ്റ്റ് സപ്പോർട്ട് മീ ബൈ കമന്റിങ് പോസിറ്റീവ് തിങ്സ്. അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പ്രതാപമില്ല, അതിന്റെ അപ്പുറത്തെ പ്രതാപമായിട്ട് വേറെ ലെവലായിട്ട് എന്ന് പറഞ്ഞു വരുന്നതാണ്. അല്ലു അർജുൻ ഫാനാണോ? യാ ബ്രോ, నేను അല്ലു ഫാനിലു. എനിക്ക് അല്ലു അർജുനെ പണ്ടോട്ടേ ഭയങ്കര ഇഷ്ടമാണെന്ന്. പുഷ്പ 2 വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 ഇറങ്ങേണ്ട പടമായിരുന്നു. ഇപ്പം ഏതാണ്ട് ജനുവരി ഏതാണ്ട് ആക്കിയിട്ടുണ്ട്. ഓ, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ട് ഞാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലെങ്ങാണ്ട് തൊട്ട് 8ലെങ്ങാണ്ട് ഞാൻ ഫാനായതാണ്. ഇതുവരെയായിട്ട് എനിക്ക് മാറിയിട്ടില്ല. അടിപൊളി സ്റ്റൈലാണ്, അടിപൊളി ഡാൻസാണ്, അടിപൊളി ഫൈറ്റാണ്. ഞാൻ ബിഗ് ഫാൻ. ഏതെങ്കിലും ഒരു ദിവസം എങ്ങനെയെങ്കിലും എനിക്ക് അല്ലു അർജുനെ മീറ്റ് ചെയ്യണം. എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ പ്ലീസ് DM me. ഓക്കെ, പറ്റിയതൊക്കെ പറ്റി. ഇനി തിരിച്ചു വരില്ലേ? നെഗറ്റീവ് 2 തരമുണ്ട്. ഒന്ന് ശരിക്കുമുള്ള പോരായ്മകൾ പറയും, അത് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റണം. പിന്നുള്ളത് നെഗറ്റീവ്സ്, ചുമ്മാ കുറ്റം പറയാൻ വേണ്ടിയിരിക്കുന്നത്, അത് മൈൻഡ് ആക്കണ്ട. കം ബാക്ക് സ്ട്രോങ്ങർ മാൻ ആൻഡ് ഡോണ്ട് റിപ്പീറ്റ് സെയിം മിസ്റ്റേക്ക്. എപ്പിക് ലീഡറാണ്. അടിപൊളി കമൻ്റാണ് മുത്ത. ഉറപ്പായിട്ട് എൻ്റെ ഭാഗത്തുള്ള പോരായ്മകളും എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ മാറ്റി സ്ട്രോങ്ങറായിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ നീ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ വെറുതെ നമ്മളെ കുറ്റം പറയാനും ചീത്ത പറയാനുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ആക്കുന്നില്ല. നിങ്ങളെപ്പോലത്തെ കുറച്ച് ആൾക്കാർ ഇതേപോലെ പോസിറ്റീവ് കമൻറ്റ്സ് ഇട്ടാൽ മാത്രം മതി, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആൻഡ് ഐ വിൽ കം ബാക്ക് സ്ട്രോങ്ങർ ദാൻ എവർ. അപ്പോൾ ഗൈസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് റവന്യൂ ആണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഞാനത് ലൈവ് പ്രൂഫായിട്ട് ഇപ്പം ലൈവായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നതാണ്. എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ എടുത്ത് വെച്ചും ഞാൻ കറക്റ്റായിട്ട് കാണിക്കുക. അല്ലാണ്ട് ഞാൻ ചുമ്മാ വെറുതെ പറഞ്ഞ് നിങ്ങൾ പറ്റിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കും, ഓ ഇവനൊക്കെ നിറയെ പൈസയാണ് കിട്ടുന്നത്, പൈസയുടെ അഹങ്കാരമാണ്, കാശിൻ്റെ കഴപ്പാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ് ഗൈസ്. ഇതാണ് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ. ഓക്കെ, അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോക്കകത്തുള്ള റവന്യൂ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം ഗൈസ്. $166.96 സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടാ കുറഞ്ഞിരിക്കുന്നത്. 1K വെച്ചിട്ട് കുറഞ്ഞിട്ടിരിക്കുകയാണ്, വ്യൂസ് ഇടിഞ്ഞിട്ടിരിക്കുകയാണ്. എല്ലാ വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇനി നിങ്ങൾ പറ, എനിക്ക് കാശിൻ്റെ കഴപ്പാണോ ഉള്ളത്, അല്ലെങ്കിൽ എനിക്ക് പൈസ ഉള്ളതിൻ്റെ അഹങ്കാരമാണോ ഉള്ളതെന്ന്. നിങ്ങൾക്ക് കുറച്ച് തെറ്റിദ്ധാരണയുണ്ട്. ഈ യൂട്യൂബേഴ്സിനെന്ന് പറഞ്ഞാൽ കുന്നുകണക്കിന് ഇങ്ങനെ പൈസ വന്നിട്ടിരിക്കുകയാണ്, അവിടുന്ന് കൂടുന്നെങ്കിൽ മാനത്തുനിന്ന് വീണിട്ടിരിക്കുകയാണെന്ന്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് പൈസ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അതും കുറേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയൊന്നും കിട്ടത്തില്ല. അതൊക്കെ ആൾക്കാർ ഉണ്ടാക്കണതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടി അത് വെച്ചിട്ട് ഓരോന്നൊക്കെ കൂട്ടി ഓരോന്നൊക്കെ വാങ്ങുമ്പോൾ കുറേ ആൾക്കാർക്ക് മിസ്കൺസെപ്ഷൻ ഉണ്ട്, നമുക്ക് കുറേ പൈസ കിട്ടുമെന്ന്. അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ പൈസ കിട്ടത്തുള്ളൂ. ഇപ്പം ഈ ഇത്രയും പ്രശ്നമൊക്കെ വന്നപ്പോൾ എൻ്റെ മൈൻഡ് ഡൗൺ ആയി. എനിക്ക് വീഡിയോസ് പോലും ഇടാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ നല്ല ചോദിക്കുക. ഇതിപ്പോൾ കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപ ആയി, അല്ലെങ്കിൽ 14,900 സംതിങ് രൂപ ആയി കാണും. ഇതാണ് എനിക്ക് ഈ മാസം കിട്ടിയിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം. വണ്ടിയുടെ CC അടക്കാനുണ്ട്, പിന്നെ പുതിയ ബിൽഡിംഗ് കിട്ടണമുണ്ടല്ലോ അതിൻ്റെ ലോൺ അടക്കാനുണ്ട്, പിന്നെ ചിട്ടി വട്ടി എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരു ദിവസം ഞാൻ ഉറങ്ങി കിടന്നപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഒന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ചിട്ടിയാണെന്ന്. ആ ചിട്ടിയിലും എനിക്ക് അടക്കേണ്ടി വരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. എനിക്ക് എന്തോരം ഈ CC ഇത് കാര്യങ്ങൾ അല്ലെങ്കിൽ EMI കാര്യങ്ങളുണ്ടെന്നറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ റോൾ ചെയ്ത് പോകണേ എങ്ങനെയാണെന്ന് എനിക്കറിയത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൈൻഡും കൂടെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ സീനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. വീഡിയോസ് ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. കണ്ടില്ലേ, ഞങ്ങൾ ബിസിനസ് അല്ല, ആക്ച്വലി സെൽഫ് എംപ്ലോയിഡ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ പണിയെടുക്കാം, പണിയെടുത്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും. അങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥയാണ്. പിന്നെ നിങ്ങളും കൂടെ വിചാരിക്കണം, അല്ലാണ്ട് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ടും സ്നേഹവും ഇതുപോലെ വ്യൂവർഷിപ്പൊക്കെയാണ് നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് കൊണ്ടുപോകണത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെ എന്തുവാണ് നമുക്ക് ഭയങ്കര പൈസയും അഹങ്കാരവും ഇതൊന്നും വരുന്നത്. കാരണം നമുക്ക് അഹങ്കാരമൊന്നും വരത്തില്ല നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ പുച്ഛമൊന്നും വരത്തില്ല. കാരണം നിങ്ങൾക്ക് തന്നെ നമ്മളെ വളർത്താനും വരത്തുള്ളൂ, നമ്മളെ താത്താനും വരത്തുള്ളൂ. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് വീഡിയോസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് നെഗറ്റീവ് കമൻസൊക്കെ പറയണവരൊക്കെ പറഞ്ഞു, എന്നാലും ജെന്യൂനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് ചെറിയൊരു കമൻസ് മതി, നമുക്ക് ഭയങ്കര ബൂസ്റ്റ് ആയിരിക്കും ആ സാധനം. അതുപോലെ നെഗറ്റീവ് പറയുന്നവരൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല. ഞാനെല്ലാം ഒരു പോസിറ്റീവ് മൈൻഡിലോട്ട് അങ്ങ് എടുക്കാൻ പോവുക. ഞാൻ പഴയ മൈൻഡിലോട്ട് അങ്ങ് മാറാൻ പോവുക. എനിക്ക് പറ്റത്തില്ല.
എനിക്ക് ഈ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ കേട്ട് എല്ലാം എൻ്റെ മൈൻഡിലോട്ട് കയറ്റി വെച്ചിട്ട് എനിക്ക് പ്രാന്ത് പിടിക്കണ അവസ്ഥയെ. ഞാൻ പണ്ടത്തെ ഞാനെന്ന് പറഞ്ഞാൽ എന്നെ അഫക്റ്റേ ചെയ്യത്തില്ലായിരുന്നു. ആൾക്കാരെന്നെ ചീത്ത വിളിക്കട്ടെ, ഞാൻ ബാഡാണെന്ന് പറയട്ടെ, ഞാൻ എന്ത് കോപ്പാണെന്ന് പറഞ്ഞാൽ എൻ്റെ രോമത്തെ പോലും തൊടത്തില്ലായിരുന്നു. ഞാനൊരു ബ്ലഡി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൽ നിന്ന് ഞാൻ മാറി ഇത്രയുടെ സോഷ്യലൈസ് ഒക്കെ ചെയ്ത് ആൾക്കാരുടെ ഇഷ്ടങ്ങളും അവരെ പ്ലീസ് ചെയ്ത് നടക്കുന്നതും അതുമില്ല നോക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഭ്രാന്ത് പിടിച്ച് എൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് കൈവിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ പരിപാടി ഇന്നത്തോടെ ഇവിടെ വെച്ച് ഞാൻ നിർത്തുക. ഇനി നിങ്ങൾ എന്നെ പണ്ട് എങ്ങനെയാണോ കണ്ടിരുന്നത്, എൻ്റെ ജെനുവിനിറ്റി എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്, അതുപോലെ തന്നെ ആൾക്കാർ എത്ര നെഗറ്റീവ് ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അഫക്റ്റ് ചെയ്യത്തില്ലായിരുന്നു. ആ ഒരു പോയിന്റോട് ഞാൻ അങ്ങ് തിരിച്ചു പോകാൻ പോവാണ് ഗൈസ്. കാരണം എനിക്കിങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ തലയിലോട്ട് വെച്ച് അതിൻ്റെ ഫ്യൂച്ചറിനെ ആലോചിച്ച് ആൾക്കാരെ പ്ലീസ് ചെയ്ത് നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇനി ചെയ്യത്തുമില്ല. ഐ ആം ഗോയിങ് ബാക്ക് ടു മൈ പാസ്റ്റ്. ആ ഒരു രീതിക്കാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ഞാൻ പറയാൻ മനസ്സിലാവണ്ടെന്ന് അറിയത്തില്ല. പണ്ടുണ്ടായിരുന്ന എൻ്റെ മെൻറ്റാലിറ്റി അല്ല ഇപ്പോൾ ഉള്ളത്. അത് ടൈം ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റിയും ചേഞ്ച് ആകും. ഞാൻ ഇത്തിരി കൂടെ ഒന്ന് നല്ലവനായി അല്ലെങ്കിൽ ഇത്തിരി കൂടെ നന്നായി. കാരണം കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ട് അവിടെ നിൻ്റെ സ്വഭാവം വളർന്നൊന്നുമില്ല, നീ നിൻ്റെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ, മറ്റുള്ളവർക്ക് എന്ത് ഫീൽ ആവുന്നൊന്നും വിചാരിക്കത്തില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഭയങ്കര ഓപ്പണായിട്ട് മുഖത്തടിച്ച് പറയും. ചിലവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അപ്പോൾ ആൾക്കാർ എന്നോട് പറയും നിനക്ക് ഒരു സഭയിൽ സംസാരിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ നിനക്ക് ആൾക്കാരോട് മിണ്ടാൻ അറിയത്തില്ല എന്നൊക്കെ പറയും. എടാ ഞാനുള്ള കാര്യം മനസ്സിൽ തോന്നണം, അതിന് ഓപ്പണായിട്ട് പറയും. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹേർട്ടാവുക, അവർക്ക് അത് കഴിഞ്ഞിട്ട് ബന്ധം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ആരാണെങ്കിലും സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും നമ്മൾ എന്നോട് ഒരു കാര്യം ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ മുഖത്തടിച്ച് ഉള്ള പോലെ പറയും. അത് പറയുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർ അഡ്ജസ്റ്റ് ചെയ്യും. പലർക്കും പല ഒപ്പീനിയനാണ്. നിനക്കൊരു സോഷ്യലി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയത്തില്ല എന്നൊക്കെ ആൾക്കാർ ഒക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ ചേഞ്ച് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടത്തില്ല. ഞാൻ പറയണം ഉള്ള കാര്യമല്ലേ പറയണം. പിന്നെ എനിക്കിത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എന്തായാലും ഗൈസ് എന്നെ ഇനി മെൻ്റലി ഒന്നും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, എനിക്ക് ഹെഡ് കമൻറ്റ്സ് വന്നാലും എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ ശരിക്കുള്ള സാധനമാണെങ്കിൽ നമ്മളത് ഉൾക്കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുക. അല്ലാണ്ട് എനിക്ക് ലേലി എനിക്ക് ഹെയ്റ്റ് കമൻറ്റ്സ് വന്നാലും എന്നെ ആൾക്കാർ എന്തെങ്കിലും ബാഡ് പറഞ്ഞാൽ എനിക്കത് എഫക്റ്റ് ചെയ്യണുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, എൻ്റെ പഴയ മൈൻഡ് സെറ്റിൽ നിന്ന് ഞാൻ മാറിയായിരുന്നു, എന്നത് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി പക്ഷെ ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ പഴയ മൈൻഡ് സെറ്റിലോട്ട് പോയി വെച്ചും ഇത്തിരി സ്ട്രോങ്ങറായിട്ട് വ്ളോഗ്സിലൊക്കെ ഫോക്കസ് ചെയ്ത് എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാൻ പ്രാധാന്യം കൊടുത്ത് അടിപൊളിയായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ലൈഫ് ഒന്നേ ഉള്ളൂ, ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേ എന്ന രീതിക്ക് എല്ലാ ദിവസവും കണ്ട് ലൈഫ് ഭയങ്കര മാജിക്കലായിട്ട് കണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ട് ലൈഫ് മൊത്തം അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇനി കാണിക്കാൻ പോകണം. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ഫോളോ ചെയ്ത് പഴയ കണക്ക് അങ്ങ് നിൽക്കാൻ പോകണമെന്ന് ഗൈസ്. പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ലവ് യു ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ ബെല്ലൈക്കൺ എന്നും പറയാനുള്ള ടഹേന്ന് അടിച്ചു പിടിക്കുക. എന്നാൽ മാത്രം നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ലഭിക്കത്തുള്ളൂ. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ.